ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മുച്ചിറ്റ് മാസ്റ്റർ. അങ്ങനെ വെനം 3 ദ ലാസ്റ്റ് ഡാൻസിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നു. പേര് പറയുന്നതുപോലെ തന്നെ ഇത് വെനം ഫ്രാഞ്ചൈസിയിലെ അവസാനത്തെ സിനിമ തന്നെ ആകാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. ഇപ്പോഴേ ഇതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെനം സിനിമയായിരിക്കും ഇതെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം കുറേയേറെ സിനിമകളിൽ വെനത്തിന് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഒരു സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ലഭിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്. ഇത് മാത്രമല്ലാതെ വെനത്തിന് നമ്മൾ അവസാനമായിട്ട് കാണാൻ പോകുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഒരു പരിധിവരെ ഇത്. അതിനുള്ള കാരണം ഈ ഒരു സിനിമയിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. സോ എന്തൊക്കെയായാലും നമുക്ക് ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഈ ഒരു ട്രെയിലറിന്റെ ബ്രേക്ക് ഡൗൺ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ തുടക്കം വരുമ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അത് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിലങ്ങൾ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ നിങ്ങളുടെ വിഷയം എന്താണ്? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ട്രെയിലർ ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എഡ്ഡി ബ്രോക്കിനെ തന്നെയാണ്. എഡ്ഡി ബ്രോക്ക് ഇപ്പോഴുള്ളത് നോവേ ഹോമിൽ നമ്മൾ ക്ലൈമാക്സിൽ എന്ത് കണ്ടോ അതേ രൂപത്തിൽ തന്നെയാണ്. അഥവാ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഈ സിനിമ ആരംഭിക്കുന്നത് നോവേ ഹോമിന് തൊട്ട് ശേഷമാണ് ഈ ഒരു സിനിമ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എഡ്ഡിയുടെ ആ വേഷം അത് തന്നെയാണ്. ശേഷം നമ്മൾ എഡ്ഡി ഒരു തെരുവിലൂടെ നടന്നു പോകുന്നത് കാണുന്നു. സൈഡിലായിട്ട് എന്തൊക്കെയോ ആ ഒരു ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു ആർ ലോസ്റ്റ് എന്നാണ്. ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ഡിയുടെ ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്ത് തന്നെയാണ് അവിടെ അവർ നൽകിയിട്ടുള്ളതും. ശേഷം തൊട്ടടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് എഡ്ഡിയും മറ്റൊരു സ്ഥലത്തായിട്ട് തന്നെ, അഥവാ കുറേയധികം ഡോഗ് ഹണ്ടേഴ്സിന്റെ പിടിയിലായിട്ടാണ് ഇപ്പോൾ എഡ്ഡി ഉള്ളത്. എഡ്ഡി അങ്ങോട്ടേക്ക് ചെന്ന് കയറിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു പക്ഷേ ഈ മൃഗങ്ങളെല്ലാം രക്ഷിക്കാൻ വേണ്ടി വെനം പതിന് പ്രകാരം പോകുന്നതാണോ എന്ന് ഒന്നും തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധ്യത. എന്നാൽ പോലും ശേഷമുള്ള തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു ചെറിയ ഫൈറ്റ് തന്നെയാണ്. ഇതേ മനുഷ്യരുമായിട്ട് തന്നെ അവർ എഡ്ഡിയെ വെല്ലുവിളിക്കുന്നു. എന്നാൽ എഡ്ഡി ചവിട്ടി തെറിപ്പിക്കുന്നതിന് ശേഷം വെനം ആകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് തുരുതുരയുള്ള അടി തന്നെ. ഒരു പർട്ടിക്കുലർ സീനിലായിട്ട് വെനം ആ പട്ടികളെല്ലാം അഴിച്ചു വിടുന്നുണ്ട്. എന്നാൽ പോലും അവരെല്ലാവരും വെനത്തിനെ ആക്രമിക്കാതെ ആ മനുഷ്യരെയാണ് ആക്രമിക്കാൻ പോകുന്നുണ്ട്. സോദരത്തിന് അത്രമാത്രം ക്രൂരരാണ് അവരെന്നുള്ളതിനെ പറ്റി നല്ലൊരു ഐഡിയ ഇതിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ശേഷം ഏറ്റവും ഒടുവിൽ വെനം ചെയ്തതുപോലെ തന്നെ 4ന്റെയും തല തിന്നുന്നു. 6 അല്ല, സോ അതുപോലെ തന്നെ ബ്ലഡും മറ്റും കാര്യങ്ങളും അവർ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് പറയുകയും ചെയ്യുന്നു വി ആർ വെനം. ഒരു കോമഡി രൂപത്തിൽ അവർ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശേഷമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ടിലേക്ക് നമ്മൾ കടക്കുന്നത്. അഥവാ ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം വില്ലനാണോ നായകനാണോ ആന്റി ഹീറോ ആണോ എന്നതിനെ പറ്റിയൊരു ഐഡിയ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട്. ഓർവെൽ ട്രെയിലർ, മാർവൽ കോമിക്സിലായാലും ഈ ഒരു കഥാപാത്രത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അഥവാ വെനത്തിന്റെ ഒരു വില്ലനായിട്ട് വന്നിട്ടുള്ള ഈ ഒരു കഥാപാത്രം ഒരു സൂപ്പർ ഹീറോ അല്ല, മറിച്ച് വെനത്തിനെതിരെ കടുത്ത ശത്രുതയുള്ള ഒരു മനുഷ്യൻ തന്നെ. കാരണം വെനം പുള്ളിക്കാരന്റെ മകനെ കൊന്നു. സോ അതോടെ തന്നെ വെനത്തിനോട് ഒരു പ്രതികാരം എന്ന രീതിയിൽ പുള്ളി ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു. വോൾട്ട് എന്ന് പറയുന്ന ജയിലിനെ സംരക്ഷിക്കുന്ന ഒരു കാവൽക്കാരനാണ് നമ്മുടെ ഓർവെൽ ട്രെയിലർ. കുറേയധികം സൂപ്പർ വില്ലൻസിനെ എല്ലാം തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരു ജയിൽ. എന്നാൽ ഈ വോൾട്ട് എന്ന് പറയുന്നത് വെറും ഒരു ജയിലല്ല, മറിച്ച് സൂപ്പർ വില്ലൻസിനെ എല്ലാം തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജയിൽ തന്നെയാണ്. ഇതിനെ സംരക്ഷിക്കാൻ ഓർവലിനോടൊപ്പം ജൂറി എന്ന് പറയുന്ന മറ്റൊരു ടീം കൂടി തന്നെയുണ്ട്. അതിന്റെ നായകനാണ് ഇവിടെ ഓർവൽ ട്രെയിലർ. ആൻഡ്മാന്റെ കുറേയധികം ടെക്കുകൾ ഈ ഒരു ടീമിന്റെ കൈവശമുണ്ട്. സോ അതോടെ തന്നെ പരിധിവരെ ഇവർ സൂപ്പർ ഹീറോസ് ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ഒരു ടെക്നോളജിയുടെ സഹായത്താൽ. പിന്നീട് ഇതേ ടീമിനെ വെച്ചുകൊണ്ട് തന്നെ ഓർവൽ വെനത്തിനെതിരെ പ്രതികാരം നടത്തുന്നു. എന്നാൽ വെനത്തിനെതിരായിട്ടുള്ള പ്രതികാരം പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയും ശേഷം ഓർവെൽ സ്പൈഡർമാനെതിരെ തിരികുകയും ചെയ്യുന്നുണ്ട്. നീയാണ് വെനത്തിനെ ഇങ്ങോട്ടേ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടാണ് വെനത്തിനെതിരെ അക്രമം അഴിച്ചുവിടുന്നത്. ഇതാണ് കോമിക്സിൽ ഈ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു ഹിസ്റ്ററി. എന്നാൽ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോഴും ഏറെക്കുറെ അത്തരത്തിലുള്ള ഒരു ടീമിനെ തന്നെ ഓർവെൽ ഇവിടെ നയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോമിക്സിൽ വോൾട്ട് ആണെങ്കിൽ ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏലിയൻസിനെ എല്ലാം കണ്ടുപിടിച്ച് അതിനെല്ലാം പൂട്ടി വെക്കുന്ന വീണ്ടും ഒരു സംഘടനയാകണം. കാരണം അവരോടൊപ്പം ഡോക്ടർ പൈൻ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രത്തിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേ അവസരത്തിൽ ഡോക്ടർ പൈൻ പറയുകയും ചെയ്യുന്നുണ്ട് വി ആർ നോട്ട് എലോൺ എന്ന്. അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാം മെയിനായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഏലിയൻസിനെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ അതോടെ തന്നെ ഇവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് വരാൻ പോകുന്നത് മറ്റാരുമല്ല വെനം തന്നെയാണ്. കാരണം വെനത്തിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുകയും ചെയ്യുന്നു. നമ്മൾ കാണുന്നത് വെനത്തിന്റെ ഒരു പീസിനെ തന്നെയാണ്. ഇതേ കാഴ്ച തന്നെയാണ് നമ്മൾ നോവേ ഹോമിന്റെ ക്ലൈമാക്സിലായിട്ട് കണ്ടിട്ടുള്ളത്, അഥവാ MCUലായിട്ട് ഉപേക്ഷിച്ചു എന്ന രീതിയിൽ കണ്ടിട്ടുള്ളത്. ഇത് മാത്രമല്ലാതെ ആ അവസരത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പീസിനെ ഇതേ ഓർവൽ ട്രെയിലർ വന്നൊരു ഗ്ലാസ് ജാർ വെച്ച് പിടിക്കുന്നതും. എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന ആള് തന്നെയാണ് കുറേയധികം സംശയം ഉണ്ടാക്കുന്നത്. മറ്റാരുമല്ല, നമ്മൾ നോവേ ഹോമിൽ എഡ്ഡി ബ്രോക്കിന് അടുത്തായിട്ട് കണ്ട അതേ ബാർ ടെൻഡർ തന്നെ. സോ അതോടെ നല്ല രീതിയിൽ കൺഫ്യൂസിംഗ് ആണ്. ഇത് ഏത് യൂണിവേഴ്സ് ആണ് എന്ന് പോലും കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ പോലും ഈ ഒരു കഥാപാത്രങ്ങൾക്ക് തീർച്ചയായിട്ടും മൾട്ടിവേഴ്സിൽ ട്രാവൽ സാധ്യമല്ലാത്തതോടെ തന്നെ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് സോണിയുടെ സ്പൈഡർ വേഴ്സ് തന്നെയായിരിക്കണം. അഥവാ എന്താണോ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടന്നത് അത്തരത്തിലുള്ള ഒരു സീൻ തന്നെ
ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബാർട്ടൻഡർ ചിലപ്പോൾ ഒരു വേരിയന്റ് ആയേക്കാം. എംസിയിലെ വേരിയന്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയെല്ലാം കൃത്യമായിട്ട് നമുക്ക് സിനിമ വരുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പോലും ഒരു നല്ല രീതിയിൽ കൺഫ്യൂസിങ്, പ്രത്യേകിച്ച് എംസി മറ്റുള്ള ഡയറക്റ്റ് കണക്ഷൻ തന്നെയാണ് ഈ ഒരു സീനിലൂടെ അവർ നൽകിയിട്ടുള്ളതും. സോ എന്തായാലും ഓർവൽ ട്രെയിലറിന് വെനത്തിനെ പറ്റി ഒരു ഐഡിയ ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ള തൊട്ടടുത്ത സീൻ നമ്മൾ കാണുന്നത് വെനത്തിനെ അവർ ട്രാക്ക് ചെയ്തിട്ട് തന്നെയാണ്. അഥവാ എഡ്ഡി ബ്രൂക്കിനെ ഇപ്പോൾ അവർ കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു. എഡ്ഡി ബ്രൂക്ക് തന്നെയാണ് വെനത്തിന്റെ ഹോസ്റ്റ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ശേഷം ആ ടീം അഥവാ മുൻപ് പറഞ്ഞ ജൂറിന്റെ ടീം ഇപ്പോൾ വെനത്തിന് പിന്നാലെ തന്നെയാണ്. തുറന്നുള്ള സീൻ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റിലായിട്ടെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്ന് വെനത്തിനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. വെള്ളത്തിലായിട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളിലായാലും വെനത്തിന്റെയും എഡ്ഡിയുടെയും തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. അവർ വളരെയധികം ഹൈലി ട്രെയിൻഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ വെനത്തിന്റെ പോലും അവർക്ക് മുന്നിൽ ചില സമയങ്ങളിൽ വീഴുന്നതായിട്ടും നമുക്ക് കാണാനും സാധിക്കുന്നു. ശേഷം തൊട്ടടുത്തിൽ നമ്മൾ കാണുന്നത് എഡ്ഡി ബ്രോക്കിനെ തന്നെയാണ്. എഡ്ഡി ബ്രോക്ക് കോട്ടും സ്യൂട്ടെല്ലാം ധരിച്ചുകൊണ്ട് ഏതൊരു പാർട്ടിക്കായിട്ട് വരുന്നു. ഇതേ അവസരത്തിൽ നമുക്കവിടെ ചെന്നിനെ കാണാനും സാധിക്കുന്നുണ്ട്. മുൻപുള്ള വെനത്തിന്റെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ ലേഡി തന്നെ. ശേഷമുള്ള തൊട്ടടുത്ത സീനിലാണ് ഈ ഒരു സിനിമയിലെ തന്നെ മെയിൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കേൾക്കുന്നത്. അഥവാ വെനം പറയുകയും ചെയ്യുന്നു, എന്റെ ഹോം എന്നെ കണ്ടുപിടിച്ചു എന്ന്. ഒരു ചോപ്പറിലായിട്ടുള്ള സീനിലായിട്ടാണ്, അഥവാ ഒരു അക്രമം നടന്നതിലൂടെയാണ് വെനത്തിന് ഇത് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത്. അഥവാ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഇവർക്ക് പ്രധാനമായിട്ടും വെല്ലുവിളിയാകാൻ പോകുന്നത് ഓർവൽ ട്രെയിലർ ആണ് എങ്കിൽ ശേഷം സിനിമയുടെ സെക്കൻഡ് ഹാഫോ അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് തന്നെ വെനത്തിന്റെ ആ ഒരു ഹോമിലെ ബാക്കി സ്പീഷീസ് വെനത്തിനെ കണ്ടുപിടിക്കും. ശേഷം എല്ലാവർക്കും ഒരു കോമൺ ശത്രുവായിട്ട് ആ ഒരു ടീം വരികയും ചെയ്യും. ഇനി വെനത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, വെനത്തിന്റെ എല്ലാ സ്പീഷീസും പരസ്പരം കണക്റ്റഡ് ആണ് ഹൈവ് മൈൻഡ് കാരണത്താൽ. അഥവാ ഈ ഒരു വെനവും ഇനി മറ്റൊരു വെനവും വന്നു കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം കണക്റ്റഡ് ആണ്. എന്താണ് മനസ്സിലുള്ളത് എന്നെല്ലാം കൃത്യമായിട്ട് രണ്ടുപേർക്കും നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം തന്നെയാണ് ആ ഒരു പ്ലാനറ്റിലെ മുഴുവൻ സ്പീഷീസും. ഇവരുടെ എല്ലാം മെയിൻ തലവൻ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും പ്രധാന കേന്ദ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കോമിക്സിലെ എക്കാലത്തെയും പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാരിൽ ഒരാളായിട്ടുള്ള ഞങ്ങളാണ്. ശേഷം എങ്ങനെയാണ് ഇവർ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നെല്ലാം നമ്മൾ കാണുകയും ചെയ്യുന്നു. കുറേയധികം മീറ്റിയേഴ്സ് എർത്തിലേക്ക് വന്ന് വീഴുന്നതും മറ്റും നമ്മൾ കാണുകയും ചെയ്യുന്നു. ശേഷം തൊട്ടടുത്ത സീൻ നമ്മൾ കാണുന്നത് ഒരു മോൺസ്റ്ററിനെ തന്നെ. ഈ മോൺസ്റ്റേഴ്സ് ആയിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു സിനിമയിൽ വെനത്തിന് വെല്ലുവിളിയാകാൻ പോകുന്നത്. ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോമിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് സെനോഫേജസ് ആകാനാണ് സാധ്യത. അഥവാ വെനത്തിനെയും വെനത്തിന്റെ ഹോസ്റ്റിനെയും കഴിക്കുന്ന വെനത്തിന്റെ പ്ലാനറ്റിലെ തന്നെയുള്ള കുറേയധികം മോൺസ്റ്റേഴ്സ് ആണ് ഈ സെനോഫേജസ്. ഈ സെനോഫേജസിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ആയിട്ട് വെക്കുന്ന വെനംസ് എന്ന് പറയുന്നത് കൂടുതൽ കാലം ഹോസ്റ്റിനോടൊപ്പം നിൽക്കുന്നവരെയാണ്. അത്തരത്തിലുള്ളവർക്കാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് കോമിക്സിൽ ഈ ഒരു സെനോഫേജസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഇവരുടെ കണ്ണിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പാരസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വെനം തന്നെയാണ്. ശേഷം തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് ടോക്സിനെ തന്നെ. കഥാപാത്രത്തിനെ തന്നെ നമ്മൾ വെനം 2ൽ കണ്ടിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ വെനം കാരണത്താൽ ഇൻഫെക്റ്റഡ് ആണ്. സോ അതോടെ തന്നെ ഏത് നിമിഷം വേണമെങ്കിലും മറ്റൊരു കഥാപാത്രമായിട്ട് മാറും. സോ കോമിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മറ്റാരുമല്ല, ടോക്സിൻ തന്നെ. ശേഷം ഓർവൽ ട്രെയിലർ പറയുകയും ചെയ്യുന്നു, ഒരു ആർമി തന്നെ വരുന്നുണ്ട് എന്ന്, നമുക്കതിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന്. അഥവാ ഇത്തരത്തിലുള്ള പാരസൈറ്റുകളെയാണ് പുള്ളിക്കാരൻ ഈ ഒരു ആർമിയായിട്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള സീനുകൾ നമ്മൾ കാണുന്നത് കുറേയധികം ഫൈറ്റുകളും. ഇത് മാത്രമല്ലാതെ ശേഷം ഈ ട്രെയിലറിന്റെ ഏറ്റവും ഒടുവിലായിട്ട് വെനം തന്നെ പറയുകയും ചെയ്യുന്നു, സമയം വന്നു എന്ന്. അഥവാ ഈ ഒരു സിനിമയിലൂടെ വെനത്തിന്റെ ആ ഒരു കാര്യത്തിന് ഏറെക്കുറെ ക്ലൈമാക്സ് ആകും. അഥവാ വെനം ഫ്രാഞ്ചൈസിലെ അവസാന സിനിമയാണ് ഇത് എന്നുള്ളതോടെ തന്നെ എന്തെങ്കിലും ഒരു എൻഡിലൂടെ തന്നെ ആയിരിക്കും ഒരു പരിധിവരെ ഈ ഒരു സിനിമ അവർ അവസാനിപ്പിക്കാൻ പോകുന്നത്. ചിലപ്പോൾ വെനം മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെനം തിരികെ പോയേക്കാം. എന്നാൽ പോലും ഇതിനുശേഷം നമുക്ക് വെനം ഫ്രാഞ്ചൈസിലെ ഒരു സിനിമ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഒരു കാര്യം നടക്കാൻ ചാൻസ്, ഈ ഒരു സിനിമയുടെ അവസാന ഭാഗത്ത് ഇവർ വിജയിക്കുകയും എന്നാൽ പിന്നീട് വെനത്തിനും ഇതിലുള്ളത് എഡ്ഡി ബ്രൂക്കിനെ നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് വാഴ്സിലുമാകും. അഥവാ എന്താണോ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 അവർ നടത്തിയത് അതുപോലെ തന്നെ ഉണ്ട്, എന്നാൽ പോലും ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ. സോ എന്തെങ്കിലും കാത്തിരിക്കാം. ശേഷം ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് വെനം ഒരു കുതിരയെ തുടർന്നതും ശേഷം കുതിര ഒരു വേനമായിട്ട് മാറുന്നതും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. സോ അതിന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റസിയും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇതിന്റെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയുടെ എന്റെ യു വാച്ചിങ് മാസ്റ്റർ.